ബന്ധുനിയമനം വിവാദമായ ഘട്ടത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. AKG സെന്ററിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സജേഷ് ചേരുന്നു. സജേഷ്, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി സെക്രട്ടേറിയറ്റിന് ശേഷം ഔദ്യോഗികമായ വിശദീകരണം നേരിട്ട് പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാകുമോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സജേഷ്. തീർച്ചയായും ബന്ധുനിയമനം വിവാദമായ ഘട്ടത്തിൽ കൂടിയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർത്താ സംഘങ്ങളടക്കം വലിയ ശ്രദ്ധയാണ് ആ സെക്രട്ടേറിയറ്റ് യോഗത്തിന് രാവിലെ മുതൽ നൽകി വന്നത്. അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിന് ശേഷം പ്രസ്താവന കുറിപ്പാകും ലഭിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അടക്കം വിശദീകരിക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നും ഒരു പക്ഷേ ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം, അതായത് അല്പസമയത്തിനുള്ളിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഈ വിവരം വിവരിക്കുമെന്നാണ് വിവരങ്ങൾ എത്തുന്നത്. സജേഷിലേക്ക് തന്നെ പോകുന്നു. സജേഷ്, സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി സെക്രട്ടറി തന്നെ നടത്തും. അത് അല്പസമയത്തിനകം വാർത്താ സമ്മേളനമായി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, കേൾക്കാമോ? പറയൂ, കേൾക്കാം. അജിംഷാദ്, ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ തീർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ രാജിവെക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. അല്പസമയത്തിനുള്ളിൽ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ഇക്കാര്യം വിശദമാക്കും. മറ്റ് തീരുമാനങ്ങൾ വ്യക്തമല്ല. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ച ഉടൻ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ നടപടിക്ക് ശുപാർശയില്ലെന്ന സൂചനകളാണ് ഉള്ളത്. പിന്നീട് നടന്ന ചർച്ചകളിലാണ് ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജന് വീഴ്ച വന്നു എന്ന തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ആ പരസ്യ പ്രതികരണങ്ങളുടെ തുടർച്ച തന്നെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. ആ നടപടി വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ രാജിവെക്കുന്നു എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അജിംഷാ, തീർച്ചയായും, അതായത് രാജിക്കത്ത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകാൻ സന്നദ്ധനാണ് എന്ന് അറിയിക്കുന്ന വാർത്തകൾ പുറത്തെത്തുന്നു. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലൊരു ചർച്ച വളരെ ഗൗരവമായി പുരോഗമിക്കുന്ന ഘട്ടത്തിൽ രാജ്യസന്നദ്ധത അറിയിക്കുന്നു EP ജയരാജൻ എന്ന വാർത്തകൾ പുറത്തെത്തുന്നു. തീർച്ചയായും ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് ശേഷം മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നമുക്കത് വ്യക്തമാക്കാനും കഴിയൂ. പക്ഷേ അതിന് സമാനമായ സൂചനകൾ തന്നെയാണ് പുറത്തെത്തുന്നത് എന്ന് ഈ ഘട്ടത്തിൽ ക്രോഡീകരിക്കാമോ സജേഷ്? തീർച്ചയായും ഷാദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അത് വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കുന്നതിനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം വിശദമാക്കും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും കോടിയേരി വെച്ചിരുന്നു. റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതോടൊപ്പം തന്നെ ഈ നിയമന വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രി EP ജയരാജനുമായും ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കോടിയേരി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് വെച്ചത്. അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ മുഴുവൻ അംഗങ്ങളും തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ രാജിവെക്കും. അത് വാർത്താ സമ്മേളനം വിളിച്ച് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്യും. അജിംഷാദ്, അത് തന്നെയാണ്, അതാണ് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ. അത് അവിടെ നിൽക്കട്ടെ സജേഷ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വാഭാവികമായും പ്രാഥമിക അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു വരികയാണ് എന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. 17-ന് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ UDF കാലത്തെ കൂടി അഴിമതികൾ നിയമന വിവാദങ്ങൾ പരിശോധിക്കണം എന്ന നിർദ്ദേശം കൂടി എത്തുന്നു. ആ രീതിയിൽ അത് സമഗ്രമായി പുരോഗമിക്കുന്നു. ആ അർത്ഥത്തിൽ പ്രാഥമികമായ അന്വേഷണം ത്വരിതാന്വേഷണത്തിലേക്കുള്ള വഴി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചാൽ EP ജയരാജൻ സ്വാഭാവികമായി മാറി നിൽക്കണം. ആ യുക്തിയാണ് EP ജയരാജന്റെ രാജി എന്ന വാർത്തയിലേക്ക് എത്തുന്നത് എന്നീ ഘട്ടത്തിൽ പറയാമല്ലോ സജേഷ്.
അജിംഷാദ്, ചർച്ചയിൽ നടന്നിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്നാൽ അജിംഷാദ് സൂചിപ്പിച്ചിട്ടുള്ള നിയമപരമായ കാര്യങ്ങളും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടാകണം. വിജിലൻസ് അന്വേഷണം കൂടിക്ക് വന്നിട്ടുണ്ട്. എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ് സൂചിപ്പിച്ച നിയമവശങ്ങൾ കൂടി പരിഗണിച്ചാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് സെക്രട്ടേറിയറ്റിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് കടക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ EP ജയരാജന് വീഴ്ച വന്നിട്ടുണ്ട്, ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കർക്കശ നടപടി സൂചന നൽകി തന്നെയാണ് പരസ്യ പ്രസ്താവനകൾ നടത്തിയത്. ആ നടപടി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടതായിട്ടുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ വാർത്താ സമ്മേളനത്തിനും സംസ്ഥാന സെക്രട്ടറി തയ്യാറെടുക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം വരും. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം പതിവില്ല, വാർത്താക്കുറിപ്പാണ് വരിക. ഇന്നത്തെ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അജിംഷാദ്, വളരെ ഗൗരവമായ സാഹചര്യത്തിൽ കൂടിയാണ് കേരള രാഷ്ട്രീയം നീങ്ങുന്നത്. വളരെ സുവ്യക്തമായ നിലപാട് സർക്കാരിൻ്റെയും ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPIM-ൻ്റെയും ഭാഗത്തു നിന്നെത്തുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ അടിവരയിടേണ്ടതുണ്ട്. EP ജയരാജൻ രാജിവെക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനങ്ങളടക്കം ക്രോഡീകരിച്ച് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തും. അവിടെ ഔദ്യോഗികമായ വിശദീകരണം ഇതേ സംബന്ധിച്ചുണ്ടാകും എന്ന വിവരം കൂടിയാണ് സജേഷ് AKG സെൻറ്ററിൽ നിന്നും AK സെൻറ്ററിന് മുന്നിൽ നിന്നും നൽകുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗം പൂർണ്ണമായിരിക്കുന്നു. സജേഷ്, ഇനിയുള്ള അടുത്ത ഘട്ടം ഒരുപക്ഷെ സാധാരണ സെക്രട്ടേറിയറ്റിന് ശേഷമുണ്ടാകുന്ന വാർത്താക്കുറിപ്പ് എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുക, അതിൽ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുക, ഇതിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്ത് എന്ന് മനസ്സിലാക്കുക, സാധാരണ പോലെ ഒരു അഴിമതി അല്ല എന്നത് അടക്കമുള്ള വലിയ വിഷയങ്ങൾ. എന്നാൽ ധാർമ്മികമായി CPIM എന്ന ഒരു വലിയ പാർട്ടി എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നതിന് വിശദീകരണം നൽകേണ്ടതുണ്ട് പാർട്ടി നേതൃത്വത്തിന്. അതുകൂടി പരിഗണിച്ചാകും വാർത്താ സമ്മേളനം. സജേഷ്, തീർച്ചയായും അജിംഷാദ്, ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് തന്നെ പാർട്ടി കടക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി നേതാക്കൾ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആദ്യ സമയത്ത് തന്നെ ഈ നിയമനം റദ്ദാക്കി. അതിനുശേഷം ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുന്ന സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. ഇക്കാര്യത്തിൽ ആർജവത്തോടു കൂടിയുള്ള ഒരു നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിലുള്ള നടപടികൾ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന തരത്തിൽ ഇപ്പോൾ അജിംഷാദ്, കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിനായി വരികയാണ്. വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. തീർച്ചയായും കോടിയേരിയുടെ വാർത്താ സമ്മേളനം, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ വാർത്താ സമ്മേളനം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഇറക്കുന്ന പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലേക്ക് പോകുന്നു. EP ജയരാജൻ രാജിവെക്കും എന്ന സൂചനകൾ പുറത്തെത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് കോടിയേരിയുടെ വാർത്താ സമ്മേളനം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതിലേക്ക് പോകാം. യോഗം നിയമന വിവാദങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയുണ്ടായി.